രക്ഷിതാക്കളെ, നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിചിത്ര ലോകത്താണ്. കാണുന്നതെല്ലാം നമ്മെ ആകർഷിക്കും. ഏറെ ആകർഷണീയമായ കാര്യങ്ങളുടെ കൂടെ നമ്മൾ ഓടും. കേൾക്കുന്നതെല്ലാം നമ്മെ പിടിച്ചിരുത്തണം. അങ്ങനെ പിടിച്ചിരുത്തുന്നിടത്ത് നമ്മളെപ്പോഴും ഉണ്ടാകും. അനുഭവിക്കുന്നതെല്ലാം നമ്മെ തൃപ്തിപ്പെടുത്തുന്നതാവണം. അങ്ങനെ സംതൃപ്തമായ അനുഭവങ്ങളിൽ വീണ്ടും നമ്മളുണ്ടാകും. പക്ഷേ ഒരു സത്യമുണ്ട്. ദുനിയാവിൽ സമ്പത്താകട്ടെ, പ്രശസ്തിയാകട്ടെ, സൗന്ദര്യമാകട്ടെ, അധികാരമാകട്ടെ, അങ്ങനെ ഭൗതികമായ വിഭവങ്ങൾ ഏതും നിങ്ങളെടുത്തോ, അതിലേതാവട്ടെ, അവയെല്ലാം തന്നെ താൽക്കാലികമാണ്. സമ്പത്ത് എന്നും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രശസ്തിയും സൗന്ദര്യവും അധികാരവും ഒക്കെ അങ്ങനെയാണ്. എന്നും ഒരാളിൽ, ഒരു കൂട്ടരിൽ തന്നെ നിലനിന്നോളണമെന്നില്ല. ക്ഷണികമാണ്, താൽക്കാലികമാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ വളരെ ചെറുതാണ്. ദിവസങ്ങളിൽ എണ്ണി നോക്കിയാൽ നമ്മളൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ ജീവിക്കാനുള്ളത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പോയത് എണ്ണി നോക്കൂ, എത്ര നാളായിരുന്നു അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ജനിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ ശേഷം ജനിച്ചവരും പലരും നമ്മുടെ കൂടെ ഇല്ല. അപ്പം മനുഷ്യൻ്റെ ജീവിതം, എൻ്റെ ജീവിതം ഇത്ര കാലമുണ്ടാകും എന്നാരും വിചാരിക്കരുത്. ക്ഷണികമാണ്. അത് എത്ര നാളുണ്ട് എന്നും അറിയില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകി, രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബാക്കിയുള്ളവർക്ക് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയെല്ലാം മാരകമായ അപകടങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും അള്ളാഹു പ്രത്യേകം കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ചെറുതാണ്. ഇന്ന് നമ്മളെ ആകർഷിക്കുന്ന പലതും നാളെ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് നമ്മളെ ആകർഷിച്ച പലതും നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ്. ഈ ലോകം കേവലം കളിയും തമാശയും മാത്രമല്ലേ എന്ന ഒരു ചിന്ത വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ കാലം മാത്രമാണ്. പൂങ്കാവനമീ ദുനിയാവ്, പുതുമ നിറഞ്ഞൊരു ദുനിയാവ്. ദുനിയാവിനെ കുറിച്ചൊരു വരി, ഒരു കവിതയിലെ, ഒരു പാട്ടിലെ ചില വരികളാണ്. അങ്ങനെയാണ് ദുനിയാവ്. പക്ഷേ ഈ ദുനിയാവിൻ്റെ ആകർഷണത്തെക്കുറിച്ച് അദ്ദേഹം തൊട്ട് ശേഷം എവിടെയോ സൂചിപ്പിക്കുന്നുണ്ട്. ശാശ്വതമല്ലീ ദുനിയാവ്. ഇത് ശാശ്വതമല്ല. ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാട്ടുകൾ, ആൽബങ്ങളാകട്ടെ, ചലച്ചിത്രഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, മറ്റ് ഏതുമാവട്ടെ, ഇതൊക്കെ നമ്മളെ ഒരുപക്ഷെ വല്ലാതെ ആകർഷിച്ചേക്കാം. DJ വല്ലാതെ ആകർഷിച്ചേക്കാം. നമ്മളെന്ന് പറഞ്ഞാലേ, ജനിച്ചു വീണ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ്, നമ്മൾ പറയണ എല്ലാ സൗകര്യങ്ങളുമുള്ള കുലുങ്ങുന്ന ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യാദൃശ്ചികമായി നല്ല കുലുക്കമുള്ള പാട്ട് DJ അങ്ങോട്ട് ഈ ചെറുതൊക്കത്തുനിന്ന് തുള്ളും, ആകർഷിക്കും. പക്ഷേ ആ ആകർഷണങ്ങളൊന്നും തന്നെ ശാശ്വതമാവില്ല. സിനിമകൾ ആകർഷിക്കും, പക്ഷേ സിനിമയിലെ ആശയങ്ങളോ പോലും പലപ്പോഴും അല്പനാളുകൾ മാത്രമാണ്. ഇപ്പോഴത്തെ പാട്ടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമല്ല. ആ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ ആശയവും സെക്കൻഡ് ലൈനും അല്ലെങ്കിൽ ബാക്കി അവസാനം വരെ വായിച്ചാൽ ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്തൊക്കെയോ ശബ്ദങ്ങളാണ്. എൻ്റെ സങ്കടം ഞാനൊരു പാട്ടാക്കും, എൻ്റെ കൂടെയുള്ളവൻ ഓടിപ്പോയാൽ ഞാനതൊരു പാട്ടാക്കി. അതും മറ്റുള്ളവർക്ക് യാതൊരു ബന്ധവും ഒരു ഉപകാരവും ലഭിക്കാത്ത വിധം. അങ്ങനെ ഇവിടെ ആകർഷിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല, നിലനിന്നുകൊള്ളണമെന്നില്ല. പക്ഷേ ഒരു ശബ്ദമുണ്ട്, ഒരു വാക്കുണ്ട്, ഒരു സന്ദേശമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ്, അത്രയും വർഷങ്ങളായിട്ടും മങ്ങാത്ത ഒരു ശബ്ദമുണ്ട്. അത്രയും വർഷങ്ങളായിട്ടും കേൾക്കുമ്പോൾ ഹൃദയത്തിനെ വിറപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. വായിക്കുമ്പോൾ ഇന്നും ചിന്തയിൽ പുതിയ പുതിയ ചിന്തകളെ വളർത്തുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ.
അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് അന്നും ഇന്നും അങ്ങനെയാണ്. തഖ്വ ആഗ്രഹിക്കുന്ന, സൂക്ഷ്മതയെ താല്പര്യപ്പെടുന്ന ഏതൊരു വായനക്കാരനും അത് വായിക്കുമ്പോൾ അയാളുടെ സംശയങ്ങൾ തീരും. നിസ്സംശയം ആ ഗ്രന്ഥം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം അതിന്നും അതൊരു പുസ്തകമല്ല, അതൊരു അനുഭവമാണ്. വിശുദ്ധ ഖുർആൻ കേവലമൊരു പുസ്തകം, കേവലമൊരു ഗ്രന്ഥം അല്ല, മറിച്ച് അതൊരു അനുഭവമാണ്, അതൊരു ചേഞ്ചാണ്. ഇത് നമ്മുടെ മനസ്സിൽ ആമുഖമായി ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിരിക്കണം. ഖുർആനിൽ നിന്ന് ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം വിശുദ്ധ ഖുർആനിലെ 81-ാം അധ്യായം സൂറത്തു ഏതായിരുന്നു ഞാൻ ഓതിയത്? ഏത് സൂറത്തായിരുന്നു? ആദ്യം ഞാൻ ആമുഖമായി ഓതി വെച്ച 5-6 ആയത്തുകളുണ്ടല്ലോ. സൂറത്തു ഏതായത്തായിരുന്നു? മറന്നുപോയി. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വാദന തലത്തിന് മാത്രം കാത്തിരിക്കുന്നവരാണോ? ഞാനൊരായത്തോതാം, അപ്പോൾ ഏത് സൂറത്താണെന്ന് അറിയാവുന്നവർക്ക് പറയാം അല്ലേ? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം 81, ചാപ്റ്റർ നമ്പർ 81. തക്വീർ. ഗുഡ്. സൂറത്തു തക്വീറിലെ 19 മുതലുള്ള വചനങ്ങളാണ് ഓതിയത്. അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാ, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ. അള്ളാഹുവിൻ്റെ അർശിങ്കൽ ഉന്നതസ്ഥാനീയനായ മലക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ദൂതൻ അള്ളാഹുവിൽ നിന്ന് നേർക്ക് നേരെ റസൂലിന് എത്തിച്ചു കൊടുത്ത വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അതങ്ങനെ വിശദീകരിക്കുകയാണ്. റസൂൽ കണ്ടിട്ടുണ്ട് മലക്കുകളെ. വമാ സാഹിബുക്കും ബിമജ്നൂൻ. നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂനല്ല. വമാ സാഹിബുക്കും ബിമജ്നൂൻ വമാ സാഹിബുക്കും ബിമജ്നൂൻ. നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മജ്നൂനല്ല, ജിന്നത്ത് ബാധിച്ചവനല്ല, വെറുതെ എന്തെങ്കിലും പറയുകയുമല്ല. പിന്നെയോ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. സ്പഷ്ടമായ നഭോമണ്ഡലത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമയെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു പോകും. അത് വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഒന്നടങ്കം ചോദിക്കുന്നു, ഫഅൈന തദ്ഹബൂൻ. നിങ്ങൾ എവിടേക്കാ പോണത്? ഈ വിശുദ്ധ ഖുർആനിനെ കേൾക്കാൻ സമയമില്ലാത്ത നിങ്ങൾ എന്തെല്ലാം കേൾക്കാൻ സമയമെടുത്തു. ബോധപൂർവം സമയത്തെ ചിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്തെല്ലാം കേട്ടു. ഫഅൈന തദ്ഹബൂൻ. വായിക്കാൻ നിങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്, പക്ഷേ വിശുദ്ധ ഖുർആനോ വിശുദ്ധ ഖുർആൻ അനുബന്ധ ഗ്രന്ഥങ്ങളോ വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എവിടെ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഫഅൈന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീന ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. സ്വസ്ഥവും സുസ്ഥിരവുമായ നേരായ പാത ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള ലോക മനുഷ്യർക്ക് മുഴുവനുമുള്ള ഒരു തിരിച്ചറിവാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ലോകർക്കുള്ള തിരിച്ചറിവ് ഗ്രന്ഥമാണ്,
സ്മരണയാണ്, ദിക്റാണ് വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുക. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ വശ്യത എന്നോ വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത എന്നോ വിശുദ്ധ ഖുർആനിൻ്റെ ആഴം എന്നോ ഒക്കെ പറയുന്നത് അത് ഒരു ഏകതല സ്പർശിയായ കാര്യമല്ല, ഒരു ഏകതല അനുഭവമല്ല വിശുദ്ധ ഖുർആനിൻ്റെ ആശയവൈഭവം എന്നത്, അതല്ലെങ്കിൽ ആശയ വിപുലത എന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത എന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ വശ്യത എന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ വിശാലത, ആഴം, അത് ഒരു ഏകതല അനുഭവമല്ല. മറിച്ച് ജീവിതത്തിൻ്റെ അതല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവ്വതലങ്ങളിലും അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യത അതാണ്, സർവ്വതലങ്ങളിലും അനുഭവിക്കാൻ കഴിയുന്ന വശ്യതയാണ്. ഒന്നാമതായി പറയുമ്പോൾ പാരായണ തലത്തിലെ വശ്യത എന്ന് പറയാം, അല്ലേ? പാരായണ തലത്തിലെ വശ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഹൃദയത്തെ തൊടുന്ന സംഗീതം എന്ന പോലെയാണ്. ഖുർആനിൻ്റെ സംഗീതം എന്ന് പറയുമ്പോഴേക്ക് ചില ആൾക്കാർക്ക് ഹാലളകും. സംഗീതമോ, ഖുർആനിനെ സംഗീതമാക്കിയെന്ന്. ഖുർആനിനെ സംഗീതത്തിൻ്റെ വലിയ ആൾക്കാർ ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ അവതരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് വല്ലാത്ത ഒരു ഹലാവത്തുണ്ടെന്നാ. ഇത് പദ്യമല്ല, ഗദ്യമല്ല, ഇത് ഗാനമല്ല, ഇത് അതിനൊക്കെ അപ്പുറമാണ്. അഥവാ ഖുർആനിനാണ് യഥാർത്ഥത്തിൽ താളമുള്ളത്. ഈ പ്രപഞ്ചത്തിന് താളമുള്ളതുപോലെ, പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾക്കും താളമുള്ളതുപോലെ, പുഴയ്ക്ക് താളമുള്ളതുപോലെ, പക്ഷികൾക്ക് താളമുള്ളതുപോലെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പറയാ വിശുദ്ധ ഖുർആനിന് അതിൻ്റേതായ താളമുണ്ട്. അതിൻ്റെ പാരായണത്തിൽ പ്രവാചകൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പ്രവാചകൻ അതിനെ അംഗീകരിക്കുകയും അതിന് പ്രത്യേകമായി പ്രശംസിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇനി രണ്ടാമതായി അതിൻ്റെ ഒരു വശ്യതയുള്ളത്, അതല്ലെങ്കിൽ മാസ്മരികത അനുഭവിക്കാൻ കഴിയുന്നത് ഭാഷാതലത്തിലാണ്. അതൊക്കെ കൂടുതലായി മറ്റ് സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും. ഞാനതിൻ്റെ തുടക്കം മാത്രം പറയാം. ഭാഷാതലത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യ ഭാഷകളെയെല്ലാം വെല്ലുന്ന അതുല്യമായ ശൈലിയും ഘടനയുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ എന്ന് പറഞ്ഞത്. അതിൻ്റെ പദവിന്യാസങ്ങൾ, ഓരോ പദങ്ങളും ഉപയോഗിച്ച സ്ഥലങ്ങൾ, ഓരോ സ്ഥലത്തും പ്രത്യേകമായ ഏറ്റവും ആപ്റ്റായ പദങ്ങൾ ഉപയോഗിച്ചത്, അതിൻ്റെ ഭാഷാതലത്തിലെ മാസ്മരികത എന്നത് നമ്മുടെ കഴിവുകൾക്കപ്പുറത്താണ്. അതുകൊണ്ടാണ് കാലങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴും ഇപ്പം നമ്മൾ തന്നെ നേരത്തെ വായിച്ചപ്പോൾ മനസ്സിലായതിലപ്പുറം ഇപ്പോൾ അന്ന് വായിച്ച ചില ആയത്തുകൾക്ക് തന്നെ അർത്ഥതലങ്ങൾ കിട്ടാറുണ്ട്. ഒരാളുടെ ക്ലാസ്സിലിരുന്നു അതേ സൂറത്ത് അതേ ആയത്ത് മറ്റൊരാളുടെ ക്ലാസ്സിലിരുന്ന് കേട്ടപ്പോൾ പുതിയ ഒരു അനുഭവം ഉണ്ടായി. അത് വിശുദ്ധ ഖുർആനിൻ്റെ വളർച്ചയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വളർച്ച മീൻസ് നമ്മൾ അവിടെ വളർന്നെത്തിയിട്ടില്ല. ഏത് കാല അവസാന നാൾ വരെയും വിശുദ്ധ ഖുർആൻ അതിൻ്റെ യൗവനം നിലനിർത്തും എന്നർത്ഥം. ഇനി മൂന്നാമതായി അതിൻ്റെ അർത്ഥതലത്തിൽ ഓരോ വചനങ്ങളുടെയും അനന്തമായ സമൃദ്ധമായ അവസ്ഥ, ജ്ഞാനത്തിൻ്റെ സമുദ്രമാണ് ഓരോ വചനങ്ങളും, ഓരോ ആയത്തുകളും. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി എന്ന ഒന്നാം വചനം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഒരായത്ത് അവസാനിക്കുന്നു എന്നേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് അവസാന ഏഴാമത്തെ വചനത്തിലെ വലദ്ദാലീൻ വരെ കണക്റ്റഡാണ്, കോറിലേറ്റഡാണ്. അൽ അലാഖ ബൈനൽ ആയാത്ത് എന്ന ഒരു പഠനമാണ്. ആയത്തുകൾ തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്. ഓരോ പദങ്ങളും ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും അതങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അടുക്കി വെച്ച് പറയുന്നത് പോലെ തന്നെ ഓരോ ആയത്തുകളും അടുത്ത ആയത്തുകളുമായും ഓരോ പദങ്ങളും അടുത്ത പദവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തെ വിശാലത വിശുദ്ധ ഖുർആനിൻ്റെ വശ്യതയുടെ മാസ്മരികതയുടെ ഒരു ഭാഗമാണ്. ഇനി മറ്റൊന്ന് ആശയ അവതരണത്തിൻ്റെ രീതിശാസ്ത്രമാണ്. ആശയാവതരണത്തിൻ്റെ രീതിശാസ്ത്രം സാധാരണ മനുഷ്യനെപ്പോലും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ വൈഭവം. സാധാരണ ആളുകൾക്ക് പോലും ആശയം മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിലേക്ക് പോകാനും കഴിയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇനി മനഃശാസ്ത്രപരമായ സ്വാധീനം അതിലേറെയാണ്. വിശുദ്ധ ഖുർആനിനെ കേൾക്കുന്ന ഹൃദയം മാറ്റിമറിക്കുന്ന ആത്മീയമായ ശക്തി വിശുദ്ധ ഖുർആനിനുണ്ട്.
ഒരു പക്ഷേ ആ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം പറഞ്ഞ ആസ്വാദന തലത്തിൻ്റെ മാസ്മരികതയുടെ അഥവാ പാരായണ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയും ഖുർആനിലേക്ക് അടുത്തു വരുന്ന അത്ഭുതമുണ്ടാകാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാകും, എന്നും ഉണ്ടാകും. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. ജീവിത മാർഗനിർദ്ദേശങ്ങളിൽ കാലങ്ങളെയും സമൂഹങ്ങളെയും അതിജീവിക്കുന്ന സമഗ്രമായ പരിഹാരം കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അവരൊക്കെ ഇതിനുള്ള പരിഹാരമാർഗം തേടി എത്ര അലയാറുണ്ട്. പക്ഷേ എവിടെയോ ഒരു വചനം സ്പർശിച്ചതോടുകൂടെ അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ആത്മഹത്യക്ക് ശ്രമം നടത്തിയ ദമ്പതികൾ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അവർ ഭൗതികമായി ഉന്നത നിലവാരത്തിലുള്ളവരാണ്, ഒരുപാട് ഭൗതികമായ പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൈവശമാക്കിയവരാണ്. പക്ഷെ ഒരു വചനം അവരെ പിടിച്ചു നിർത്തി. ഈ ദുനിയാവിൽ കുറച്ചുകൂടെ ജീവിക്കാം, അല്ല എന്ത് പ്രയാസവും പ്രയാസമല്ലാതെയായി കാണാൻ കഴിയും എന്നവർക്ക് തോന്നി. അത് വിശുദ്ധ ഖുർആനിലേക്ക് അടുത്തു വന്നിട്ടാണ്. യാന്ത്രികമായ വായനയിൽ നിന്ന് മാറിയിട്ട്, കേവല അക്ഷരങ്ങളിലൂടെയുള്ള അധര വായനയിൽ നിന്ന് മാറിയിട്ട്, അതിൻ്റെ ആഴിയിലൂടെയുള്ള വരികൾക്കിടയിലൂടെയുള്ള ആശയങ്ങളിലൂടെയുള്ള ഫഹ്മുൽ മാന, ആശയബോധ്യത്തോടുകൂടെയുള്ള വായന നടത്തിയപ്പോൾ സമഗ്രമായ പരിഹാരം കണ്ടു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു പുസ്തകം മാത്രമല്ല, അത് മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവനും സ്പർശിക്കുന്ന സർവ്വതലങ്ങളിലും മാസ്മരികത നിറഞ്ഞ ദൈവീക ദർശനമാണ്. എൻ്റെ സംസാരത്തിൻ്റെ ആകത്തുക ഈ പറഞ്ഞതിലൊക്കെ ഉൾക്കൊള്ളുന്നു. ഇനി ചില കാര്യങ്ങൾ, ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ 6ഓളം കാര്യങ്ങൾ, അതിൽ 2-3 എണ്ണത്തിൽ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. അതിനുശേഷം എൻ്റെ സമയം അവസാനിക്കും അവിടെ ഇൻഷാ അല്ലാഹ്. ഒന്നാമത് പറഞ്ഞത് പാരായണ തലത്തിലെ മാസ്മരികതയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കാണാൻ കഴിയും, സൂറത്ത് ആറാഫിലെ 204-ാമത്തെ വചനം കാണാൻ കഴിയും, 7-ാം അധ്യായം ആറാഫ് 204. വഇദാ ഖുരിഅൽ ഖുർആൻ وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا. നിങ്ങൾ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാലേ എന്ത് ചെയ്യണം? ഫസ്തമിഉ ലഹു, അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധിച്ച് സശ്രദ്ധം കേൾക്കണം, കാത് കൊടുക്കണം. വഅൻസിതു, നിശബ്ദമായി കേൾക്കണം. അഥവാ അത് കേൾക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ തേടിയ റഹ്മത്ത് നിങ്ങളിലെത്തും. ലഅല്ലകും തുർഹമൂൻ. ഞാൻ ഉറപ്പ് പറയാം, ഖുർആൻ ബോധപൂർവം ദിവസവും വായിക്കാൻ നിശ്ചിതമായ സമയത്ത് എടുത്ത്, ഒന്നുകൂടെ പറയാം, ബോധ്യത്തോടുകൂടെ അതിൻ്റെ മുമ്പിലിരുന്നാൽ ഉറപ്പാണ് ചേഞ്ച് വരും. സമാധാനം വരും, സുഖമുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവില്ല എന്നല്ല പറയണത്. ജീവിതം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് അപൂർണമാണ്. അപൂർണതയുടെ ലോകത്ത് പൂർണ്ണത തേടരുത്. പൂർണ്ണതയുടെ ലോകം സ്വർഗമാണ്, അത് മരണത്തിനപ്പുറമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം കിട്ടണമെന്ന് വിചാരിക്കരുത്. പക്ഷേ എന്തും കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സവിശേഷമായ കപ്പാസിറ്റി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബറക്കത്തായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ വിശുദ്ധ ഖുർആനെ കാണാൻ കഴിയും. ഖുർആനെ വായിക്കുമ്പോൾ അത് കേൾക്കണം, നിശബ്ദരാകണം. കരുണ ലഭിക്കട്ടെ എന്നാണ് അല്ലാഹ് പറയുന്നത്. കരുണ ലഭിക്കും. ഖുർആൻ പലപ്പോഴും നമ്മൾ കേൾക്കും, നമ്മളും ആ കൂട്ടത്തിൽ ഒരുപാട് വർത്തമാനങ്ങളും ഒരുപാട് കാര്യങ്ങളും. അറ്റ്ലീസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ബാങ്ക് കൊടുക്കുമ്പോൾ പ്രഭാഷണം നിർത്തും, പക്ഷെ നമ്മൾ സംസാരിക്കും. അങ്ങനെ മുമ്പ് ഒരു പ്രഭാഷകൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പറയാം, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങളാകുമ്പോൾ എല്ലാവരും പറയില്ലെന്ന് വെച്ചു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ ക്ലീനിങ് ടൈമിൽ, ആ ഹോട്ടലിൻ്റെ ഉടമ മുമ്പ് ഗൾഫുകാരനായിരുന്നു. അയാൾ വിശുദ്ധ ഖുർആൻ്റെ കുറേ VCD ഇല്ലേ, പഴയ വലിയ കാസറ്റില്ലേ, അതുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നും ഈ ക്ലീനിങ് ടൈമിൽ ഇത് ഖുർആൻ പ്ലേ ചെയ്യും. അപ്പോൾ ഇവന് കുറച്ച് ദിവസത്തിൽ കേട്ടപ്പം ഭയങ്കരമായ ഒരു ഇത് തോന്നി, എന്തൊക്കെയോ തോന്നി. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം, ചില സമയത്തൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ അൺകംഫർട്ടബിൾ ആക്കും.
നമ്മൾ കംഫർട്ടബിൾ അല്ലാതാവും. മീൻസ് പ്രയാസകരമായ അവസ്ഥ എന്നല്ല ഞാൻ അൺകംഫർട്ടബിൾ ഉദ്ദേശിച്ചത്. നമ്മളെ ഒന്ന് അസ്വസ്ഥനാക്കും. ഇതെന്താണ്, ഇതിലെന്താണുള്ളത്? അങ്ങനെ വന്നാൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ തോന്നിയാൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ബിസിനസ്സിൽ പലിശയുടെ കൂമ്പാരമുള്ളത്. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ പലിശയെക്കുറിച്ചുള്ള പലിശ ഭുജിക്കുന്നവൻ്റെ പ്രയാസകരമായ പരലോകത്തെ അവസ്ഥയെക്കുറിച്ചുള്ള വചനം കേട്ടപ്പോഴും അൺകംഫർട്ടബിളായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്നും നമ്മൾ പലിശ എടുത്തിട്ടാണ് പുരണ്ടാക്കുക. പലിശ എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക തന്നെ. അങ്ങനെയാണ്. കുടുങ്ങിപ്പോയ ഒരു മനുഷ്യൻ എടോ പോയോ എന്നുള്ള ഒന്നുമല്ല ഞാൻ പറയുന്നത്, പാടില്ല. വിശുദ്ധ ഖുർആൻ വായിക്കേണ്ടത് മാത്രമല്ല, ഖുർആൻ അനുഭവിക്കേണ്ടതാണ്. മനസ്സിൽ എഴുതി വെച്ചോ, വിശുദ്ധ ഖുർആൻ വായിച്ചു തീർക്കാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല, വിശുദ്ധ ഖുർആനിനെ അനുഭവിക്കേണ്ടതാണ്. ഞാൻ വിശുദ്ധ ഖുർആൻ അനുഭവിച്ചു എന്ന് പറയാൻ കഴിയണം. അതിൻ്റെ ശബ്ദം ഹൃദയത്തെ തൊടും. ആവർത്തിച്ചാലും ബോറടിപ്പിക്കില്ല. ഒരേ ആയത്ത് പലതവണ ആവർത്തിച്ചു കേട്ടാലും പുതുമ അനുഭവപ്പെടും. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. ഒരായത്ത് 100 തവണ കേട്ടാലും പ്രയാസമല്ല. തറാവീഹ് നമസ്കരിക്കുമ്പോൾ എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാൻ ഇമാമ് പാരായണം ചെയ്തത്? ആരും പറഞ്ഞില്ല ഈ സൂറത്ത് ഓതിയിട്ട് ആകെ ഇടങ്ങാറായിന്ന് ഒരു മനുഷ്യനും പറയില്ല. 31 തവണയാണ് അതിനകത്ത് ആ ഒരു വചനം ആവർത്തിച്ചു വന്നത്. ആ വചനത്തിൽ ചോദിക്കുന്നതാകട്ടെ എന്താണ്? ആ ചോദ്യം തിരിഞ്ഞാൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ചോദ്യം തിരിയാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ അൺകംഫർട്ടബിൾ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുമില്ല. അതുണ്ടാവണം. ആ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് നൽകപ്പെട്ട ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നന്ദികേടിൽ തന്നെ നിൽക്കുന്നു എന്നൊരു ചോദ്യം 31 തവണ ചോദിക്കുകയാണ്. പക്ഷേ നമുക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. കേൾക്കുന്നിടത്ത് ആസ്വാദനത്തിന് തടസ്സമുണ്ടായിട്ടില്ല. കാരണം അത് മനുഷ്യൻ്റെ വാക്കല്ല, അള്ളാഹുവിൻ്റെതാണ്. വിശുദ്ധ ഖുർആൻ ചെവിയിൽ കേൾക്കുകയല്ല, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത് എന്ന്. പാരായണതലത്തിൻ്റെ ഖുർആനിൻ്റെ മാസ്മരീകത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ കാണാം. പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ദിവസം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇഖ്റ അലയ്യൽ ഖുർആൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് നമുക്കറിയാലോ, സുവിദിതമാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചോദിച്ചു, അഖ്റഉ അലൈക വഅലൈക ഉൻസില, അഖ്റഉ അലൈക വഅലൈക ഉൻസില. താങ്കളുടെ മേലല്ലേ ഇത് അവതീർണമായത് റസൂലേ, പിന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഓതിത്തരാനോ? അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, റസൂലിന് പോലും വിശുദ്ധ ഖുർആനിനെ മറ്റൊരാളിൽ നിന്ന് വശ്യമായ ശബ്ദത്താൽ കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര നേരം ഖുർആനിനെ കേൾക്കാറുണ്ട് എന്ന് ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. മറ്റുള്ളവരിൽ നിന്നത് കേൾക്കണമെന്നാഗ്രഹിക്കുന്നു. വെറുതെ കേൾക്കല്ല, കേട്ട് അവസാനം സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനം കേട്ടപ്പോൾ ഉണ്ടായ അവസ്ഥ നിങ്ങൾക്കറിയാലോ. വിശുദ്ധ ഖുർആൻ അവിടെ പറയാണ്, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ സമുദായത്തെയും കൊണ്ടുവരപ്പെടുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന ആളുകളെയും സാക്ഷികളായി കൊണ്ടുവരും. താങ്കളെ പ്രവാചകരെ ഈ ഉമ്മത്തിൻ്റെ സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതിയാക്കാൻ പറഞ്ഞുപോയി. അതിനപ്പുറം എനിക്ക് കേൾക്കാൻ കഴിയാത്ത അവസ്ഥയായി, ആവശ്യമോളം ചിന്തിക്കുവാനുള്ള വചനമായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയ ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിലെ ഇപ്പോൾ റഷീദ് സാറിനോട് പറയണം, ഈ വചനം നിങ്ങൾ ക്ലാസ് എടുക്കാൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്. എന്നോട് പറയാം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിവുണ്ട്. നിങ്ങളോട് പറയാം നിങ്ങൾ ചില വചനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഷഹീദായി അത് കൊടുക്കേണ്ടവരായി വരുന്നവരാ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങളോട് ചോദിക്കും. കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ താഴെയുള്ളവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുത്തോ ഇല്ലേ എന്ന് കൊണ്ടുവരപ്പെടും.
കൊണ്ടുവരപ്പെടും ഒരു ദിവസം. ഈ വചനം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കും ഞാൻ പറഞ്ഞ അൺകംഫർട്ടബിൾ അവസ്ഥ ഉണ്ടായി. അങ്ങനെ റസൂലുള്ള അതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുക. ഇപ്പോൾ ഖുർആനിൻ്റെ പാരായണ തലത്തിലെ ആശയം കൂടെ മനസ്സിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന വശ്യതയാണോ മാസ്മരികതയാണോ പറഞ്ഞതിൻ്റെ മറ്റൊരു സ്ഥലത്ത് പാരായണ തലത്തെക്കുറിച്ച് തന്നെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് പാരായണവും ആശയതലവും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണം കേട്ടുകൊണ്ടിരിക്കുക. രാത്രിയിൽ ഇങ്ങനെ കേട്ടപ്പോൾ പ്രവാചകൻ ഒരു ഭാഗത്തിരുന്നത് കൂടുതൽ സമയം കേട്ടു എന്നാ. ഞാൻ അടുത്ത ദിവസം റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ മൂസ, ഞാൻ നിങ്ങളുടെ പാരായണം കേട്ടു കേട്ടോ ഇന്നലെ. എന്നിട്ട് പറഞ്ഞെന്തറിയോ? ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ആലു ദാവൂദിൻ്റെ മിസ്മാർ. എന്താ മിസ്മാറിന് പറയാ? മിസ്മാറിന് എന്താ പറയാ? മിസ്മാർ ഹാർമോണിയം എന്ന് പറയും നമ്മൾ. മിസ്മാർ എന്ന് പറഞ്ഞാൽ പോട്ടെ, അന്നെന്താ സാധനം ഉള്ളതെന്ന് പോട്ടെ. ആലു ദാവൂദിൻ്റെ മിസ്മാർ, ഹാർമോണിയം, അതിലൊന്ന് താങ്കൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അതുപോലെ താങ്കളുടെ വശ്യമായ ശബ്ദം, ഏറെ ആകർഷണീയമായ ഈണം, മാധുര്യമുള്ള പാരായണം എന്നിങ്ങനെ പറഞ്ഞു. ആലു ദാവൂദ് സബൂർ അല്ലേ? ദാവൂദ് നബി കിട്ടിയ ഏടേതായിരുന്നു? സബൂർ എന്തായിരുന്നു? സബൂർ ഖുർആനിലെ പോലെ ആയത്തുകളായിരുന്നോ? തൗറാത്തിലെ പോലെ ആയിരുന്നോ? ഇഞ്ചിയിലെ പോലെ ആയിരുന്നോ? അല്ല, മറിച്ച് സബൂർ എന്നത് പാട്ടുകളായിരുന്നു. അല്ലെങ്കിൽ നമ്മളിന്ന് ആൽബം എന്നൊക്കെ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ കവിതാ ശകലങ്ങൾ പോലെയോ പാട്ടുകളായിരുന്നു, സംഗീതം. അതുകൊണ്ട് അന്ന് പ്രത്യേകമായി പറയാം, ആലു ദാവൂദിൻ്റെ സംഗീതം നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മധുര ശബ്ദങ്ങളിൽ ഒന്നാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ട വശ്യത അനുഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാം, ഹൃദയങ്ങളെ കീഴടക്കുന്ന ആത്മീയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. നമ്മളിന്ന് കേൾക്കുന്ന ശാസ്ത്രീയ സംഗീതങ്ങൾ, ഏത് സംഗീതങ്ങളാവട്ടെ, അതിനേക്കാളൊക്കെ അപ്പുറമാണ് വിശുദ്ധ ഖുർആൻ്റെ ചില വചനങ്ങൾ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിൻ്റെ വശ്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് തവണ പലതും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഖുർആനിൽ നിന്ന് തന്നെ എടുത്തു. വറത്തിലിൽ ഖുർആന തർത്തീല. നീ ഖുർആനിനെ സാവകാശക്രമത്തിലേ വായിക്കാൻ പാടുള്ളൂ. ഭയങ്കര സ്പീഡിലല്ല പാരായണം ചെയ്യേണ്ടത്. അതിനൊരു വശ്യത വേണം. അത് ആശയം മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ സാവകാശത്തിൽ നീ പാരായണം ചെയ്യണം. മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ അറബി ഭാഷയിൽ തന്നെ ചില അക്ഷരങ്ങൾക്ക് രാഗം കൂടുതൽ നൽകേണ്ടതുണ്ട്. ഗുന്ന എന്ന് പറയും, മണിക്കേണ്ടതുണ്ട്. നൂനും മീമും ശബ്ദ് വരുമ്പോൾ മണിക്കണം എന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുർആൻ പാരായണത്തിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹ് ആ സന്ദർഭങ്ങളെയും മറ്റ് സന്ദർഭങ്ങളെയും സൂചിപ്പിച്ച് ഒരിക്കൽ പറഞ്ഞു, മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്ന. നമ്മുടെ പാരായണം എന്നത് ഖുർആനിനെ രാഗം നൽകി അഥവാ മണിച്ച് ഈണം നൽകി ഓതേണ്ടിടത്ത് അങ്ങനെ തന്നെ ഓതലാണ്. ദീർഘത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല റസൂലുള്ള ഈ ആയത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, നീട്ടി ഓതിയിട്ടാണ് എന്ന് ദീർഘത്തിന് ശേഷം ഹംസ വരുന്ന സന്ദർഭങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സഹാബത്ത് പരസ്പരം പഠിപ്പിച്ചത് കാണാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഉള്ള ശബ്ദത്തിൽ നല്ല ശബ്ദം ഉപയോഗിക്കണം എന്ന്. വസയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും. നിങ്ങളുടെ ശബ്ദങ്ങളിൽ നല്ല ശബ്ദം കൊണ്ട് മാറ്റുകൂട്ടണമെന്ന്. സംസാരിക്കുമ്പം പറയുന്നത് പോലെയല്ല നമസ്കരിക്കുമ്പോൾ ഓതേണ്ടത്. ചർച്ച ചെയ്യുമ്പോൾ ഉള്ളതുപോലെയല്ല നമസ്കരിക്കുമ്പോൾ. അത് ഭംഗിയായും ഈണത്തിലും. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ തലയിണയാക്കരുത്. മറ്റൊരിക്കൽ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രചരിപ്പിക്കുക, ഭംഗിയായി പാരായണം ചെയ്യുക. പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. അഥവാ അക്ഷരത്തെറ്റുകൾ ഉണ്ടാകരുത്. അറബിയത്ത് കീപ്പ് ചെയ്യണം. ഏറ്റവും ഒറ്റ വാക്ക് പറഞ്ഞാൽ അറബിയത്ത് കീപ്പ് ചെയ്യണം വിശുദ്ധ ഖുർആനിനെ. വിശുദ്ധ ഖുർആൻ അറബിയിലാണ്. അറബി ഭാഷയുടെ പ്രത്യേകത തന്നെ വക്രതയില്ലാത്ത ഭാഷയാണത്. ഇനി നമ്മളായിട്ട് അതിന് വക്രത കൊണ്ടുവരരുത് എന്നർത്ഥം. അപ്പോൾ തജ്വീദ് എന്ന ഒരു ഇൽമുണ്ട്, ഒരു ശാസ്ത്രശാഖയുണ്ട് വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. തജ്വീദിൽ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട മഹാരിജുകളാവട്ടെ, സിഫാത്തുകളാകട്ടെ, പാരായണ ശൈലികളുടെ മക്കാമാത്തുകളാകട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായി പഠിക്കാനുണ്ട്. സാവകാശം പഠിക്കുക. പക്ഷേ ഒരിക്കലും ഹൃദയത്തെ തൊടുന്ന ശബ്ദത്തോടെയും ആത്മാവിനെ ഉണർത്തുന്ന സ്വരത്തോടെയും മനുഷ്യനെ മാറ്റിമറിക്കുന്ന രീതിയിലും വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. ഒരർത്ഥത്തിൽ
ഉമർ റളിയല്ലാഹു അൻഹു പാരായണത്തിൻ്റെയും ആശയത്തിൻ്റെയും രണ്ട് തലങ്ങൾ കേന്ദ്രീകരിക്കുന്നിടത്താണ് ആദ്യമായി ഖുർആൻ കേട്ട സന്ദർഭത്തിൽ മാനസാന്തരമുണ്ടായത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. ഈ വചനങ്ങളാണ് അദ്ദേഹത്തെ പിടിച്ചുലച്ചത്, അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത്. ഒരു സന്ദർഭം അങ്ങനെയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആശയതലം കൂടെ അവിടെ വരികയാണ്. ത്വാഹ കഴിഞ്ഞു. തൊട്ടടുത്ത വചനം, തൻ്റെ സഹോദരി, തൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ഇതുവരെ ഞാൻ എതിർത്ത അത് കൊണ്ടുവന്ന മുഹമ്മദിനെ കൊല ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അത് കേൾക്കുകയാണ്. തൊട്ടടുത്ത വചനം താഹ 20-ാം അധ്യായത്തിലെ 2-ാം വചനം കേൾക്കുകയാണ്. എന്താണ്? നമ്മളും അത് കുറേ കേട്ടു. എന്താണത്? ക്ലാസ്സിന് പോകാൻ നേരമില്ല, ക്ലാസ്സിന് പോയാൽ പ്രയാസാവും, ജോലിക്ക് തടസ്സാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്, ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും, ഇങ്ങനെ പലതും നമ്മളെ ഇങ്ങനെ തടയുക. ഖുർആൻ കേൾക്കുന്നതും പഠിക്കുന്നതിനും മുമ്പിൽ തടസ്സമായി വരിക. അവിടെയാണ് ഈ വചനം നമ്മളോട് എത്രയോ നാളായി പറയുന്നു, നമ്മളത് വേണ്ട പോലെ കേട്ടില്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഈ ഖുർആനിനെ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്, നിന്റെ മുമ്പിൽ തന്നത് നിനക്കൊരു പ്രയാസം ഉണ്ടാക്കാനല്ല. പിന്നെ എന്തിനാ? ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഭക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തദ്കിറത്തുണ്ട്. നീ ഒന്ന് ചിന്തിക്ക്. അപ്പം ഇത് എവിടുന്ന് വന്നു? ഇത് ആരവതരിപ്പിച്ചു? ഇത് മുഹമ്മദിന് ആര് കൊടുത്തു എന്ന ചിന്ത ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നേക്കാം. ഉടനെ അടുത്ത മറുപടി, തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. നീ ജീവിക്കുന്ന ഭൂമിയും ഇതിൻ്റെ മേൽപൂരമായ ആകാശഗോളങ്ങളെയും സൃഷ്ടിച്ച ഒരു നാഥനുണ്ട്. അവൻ അവതരിപ്പിച്ചത്, അല്ലാതെ മുഹമ്മദ് കൊണ്ടോന്നല്ല. ആഹാ, ആരാണവൻ? അവൻ ആരാന്നറിയോ? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ വമാ തഹ്ത അസ്സറാ. ആ ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുള്ളതും അതിന് താഴെയുള്ളതും സർവ്വതും അവൻ്റേതാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നീ അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നോ, അവനറിയാതെ ജീവിക്കാമെന്നോ, അവനറിയാതെ എന്തുമാവാമെന്നോ കരുതണ്ട. തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. രഹസ്യവും പരസ്യവും അറിയുന്ന സർവ നല്ല നാമങ്ങളുടെയും ഉടയവനായ ആ അല്ലാഹുവിനെ നീ അറിയുക. എന്നിട്ട് പിന്നെ പറയാണ്, മൂസാ നബിയുടെ ചരിത്രം അറിയാലോ? ഇല്ലെങ്കിൽ താഴെയുണ്ട് കേട്ടോ. എന്നിട്ട് മൂസാ നബി പോകുന്നതും ആ സംഗതികളൊക്കെ അവസാനിപ്പിക്കാൻ അതിങ്ങനെ പറഞ്ഞു പോയ ഒരുപക്ഷെ ത്വാഹ സൂറത്ത് അവസാനം വരെ ഓതേണ്ടിയിരുന്നു നമ്മൾ. അതാണ് ഖുർആൻ്റെ വശ്യത. വിഷയങ്ങളുടെ ആ ഒരു അവതരണ രീതിശാസ്ത്രം അതാണ്. കൃത്യമായി നിഷ്പക്ഷമായി ഖുർആനിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വായനക്കാരനെ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തും. അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അതാ വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാണ്, കൃത്യമായി ക്രമീകരിക്കപ്പെട്ടതാണ്. ഓരോ പദവും കൃത്യമാണ്, ഓരോ വാക്കും അതിൻ്റെ സ്ഥാനത്ത് പെർഫെക്റ്റാണ്. ഒരു വാക്ക് മാറിയാൽ ബാലൻസ് തെറ്റും, നമുക്ക് പകരം മറ്റൊന്നിനെ വെച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ആവർത്തനം വരും.
പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരേ ആശയം പല രീതിയിൽ പറയുന്നതിന് ഒരിക്കലും റിപ്പീറ്റേഷനായി തോന്നില്ല, റിച്ച്നെസ്സായിട്ടേ അനുഭവപ്പെടുള്ളൂ. റിപ്പീറ്റേഷൻ അല്ല, റിച്ച്നെസ്സാണ്. ചില വചനങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. ശരിക്കും ഖുർആൻ ഒരു ഭാഷയല്ല, മറിച്ച് അത് ഭാഷയെ തന്നെ നിയന്ത്രിക്കുന്ന ദിവ്യ സന്ദേശമാണ്. ഒരു ഭാഷ എന്നതിലുപരി ഭാഷയെ തന്നെ നിയന്ത്രിക്കുന്ന ദിവ്യവചനമാണ് വിശുദ്ധ ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദിലും മറ്റുമൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അതോ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുന്നുവോ? ലോക്ക്ഡായ ഹൃദയവുമായിട്ടാണ് ഖുർആൻ വായിക്കാനിരിക്കുന്നത്. നമ്മളൊക്കെ 6236 ആയത്തുകളെ നമ്മൾ വായിച്ചല്ലോ. എത്ര തവണ ഖത്തം ചെയ്തു? സഹോദരങ്ങളെ, ഖുർആൻ നമ്മെ എൻ്റർടൈൻ ചെയ്യാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ. അത് നമ്മെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളതാണ്. ആ നിലയിൽ വിശുദ്ധ ഖുർആനിനെ കാണണം. വിശുദ്ധ ഖുർആൻ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാൻ അഥവാ ദഹർ. അതിൻ്റെ ആദ്യ വചനം തന്നെ ഒരു ചോദ്യത്തിലാണ്. അതിൻ്റെ തുടക്കം ഒരു ക്വസ്റ്റ്യനാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പ്രസ്താവ്യമായ ഒന്നുമേ ആയിരുന്നില്ലാത്ത ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയില്ലേ മനുഷ്യ എന്ന് അത് വായിക്കാനിരിക്കുന്ന മനുഷ്യനോട് ആദ്യം ചോദിക്കുക. ഈ മനുഷ്യനാലോചിക്കുക, ശരിയാണല്ലോ, ചിന്തിക്കുന്നവനാണെങ്കിൽ തദബ്ബുറോടുകൂടെ വായിക്കുന്നവനാണെങ്കിൽ അവിടെ അയാൾ ആലോചിക്കുക, ഞാൻ ആലോചിക്കുന്നു 47 കൊല്ലം മുമ്പ് ഞാൻ എവിടെയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, എത്ര കൊല്ലം മുമ്പ് എവിടെയായിരുന്നു. എന്നിട്ട് ആ ചിന്തിക്കുന്ന മനുഷ്യനോട് പ്രയാസപ്പെടേണ്ട, പറഞ്ഞുതരാം, നാമാണ് സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ അംശാജ്. എന്താ ലക്ഷ്യം? നബ്തലി. അതെങ്ങനെ പരീക്ഷിക്കും? അതിലെന്തേ ന്യായം? നിനക്ക് കേൾവിയും കാഴ്ചയും തന്നിട്ടുണ്ട്. ഫജഅൽനാഹു സമീഅൻ ബസീർ. അവൻ പിന്നെ ആലോചിച്ചു, എന്താ സമീ ആദ്യം പറഞ്ഞത് പിന്നെ ബസീർ പറഞ്ഞത്? അപ്പോൾ അവൻ്റെ ശാസ്ത്രവും അവനെ പഠിപ്പിച്ചു. തീർച്ചയായും ആദ്യം മനുഷ്യൻ കേൾക്കും, അതുകൊണ്ടാണ് ഖുർആൻ സമീ എന്ന് ആദ്യം പറഞ്ഞു. ഇങ്ങനെ മനുഷ്യൻ വിശുദ്ധ ഖുർആനിലേക്ക് ആഴത്തിലേക്ക് അങ്ങനെ പോവാണ്. വിശുദ്ധ ഖുർആൻ്റെ ശക്തിയാണത്. വിശുദ്ധ ഖുർആനിൻ്റെ ശക്തിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിശുദ്ധ ഖുർആൻ വായിക്കുകയും ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ ചരിത്ര പാഠങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ. കഥകൾ അത് കേവലം ഹിസ്റ്ററി അല്ല, അതൊക്കെ ലെസൺസാണ്. ഓരോ ലെസണാണ്. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്ന ചരിത്രം പറയുമ്പോൾ ഇബ്രാഹിം നബിൻ്റെ വാപ്പാരാന്ന് പറയാനല്ലായിരുന്നു അത്. ഇബ്രാഹിം നബിയുടെ വാപ്പ ആരാണ് എന്ന് പഠിപ്പിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ പേര് കൃത്യമായിട്ട് പറയായിരുന്നു. നമുക്കാർക്കും അറിയോ അത്? അല്ല. അബൂലഹബിൻ്റെ പേര് അബൂലഹബ് എന്നല്ലല്ലോ. അതിലങ്ങനെ പറയാതിരിക്കാൻ പലതും ഉണ്ടാവും. ഗീബത്താകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഖുർആനിൽ പിന്നെ ആക്ഷേപിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഒന്നും പറഞ്ഞെടുത്ത് ഒരാളുടെയും യഥാർത്ഥ പേര് പറഞ്ഞില്ല. നമ്മളെ പേര് തെരഞ്ഞു പിടിച്ചുണ്ടാക്കുമെന്ന് മാത്രം ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ. ഇനി അഥവാ ക്വിസ് മത്സരത്തിൽ ചോദിച്ചാൽ പിന്നെ അബൂലഹബിൻ്റെ പേരെന്താ, അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഓം വിവരമില്ലാത്തവനുമാണ്. ഇൻഫർമേഷൻ തരാനല്ല ഖുർആൻ. ഇൻഫർമേഷൻ തരാനുള്ള ഗ്രന്ഥമല്ല. അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയേക്കാം, പക്ഷെ അതല്ല. വിശുദ്ധ ഖുർആൻ എന്നത് നമ്മെ തദബ്ബുർ ചെയ്യിക്കുകയാണ്, നമ്മുടെ മനസ്സിനെ ചിന്തയിലേക്ക് ആഴത്തിൽ. എന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ തലത്തിലെത്തണം. സൃഷ്ടിച്ച നാഥനിലേക്ക് നമ്മുടെ വായന എത്തണം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുർആന് ചില സൂറത്തുകളിലൊക്കെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കേൾക്കുന്നവരെ ഇങ്ങനെ നമ്മൾ റിഥം എന്നൊക്കെ പറയില്ലേ, പിടിച്ചു നിർത്തും, വല്ലാതെ പിടിച്ചു നിർത്തും. ചില സൂറത്തുകളൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ സൂറത്തുൽ വാഖിയ 56-ാമത്തെ അധ്യായത്തിൽ 4 കാര്യങ്ങൾ ഒരൊറ്റ പേജ് വായിച്ച് തീരുമ്പോഴേക്ക് 4 കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഒരു പ്രഭാഷണത്തിൽ വളരെ വിശദമായി ആ ഭാഗം വിശദീകരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെക്കുറിച്ച് തന്നെയെങ്കിലും നിങ്ങൾ ആലോചിച്ചോ. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നു, വായിക്കാം. പിന്നീട് ചോദിച്ചു, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് നിങ്ങൾ വല്ലതും ആലോചിച്ചോ, വായിച്ചോളൂ. പിന്നീട് ചോദിച്ചു, അഫറഅയ്തുമുൽ മാ അല്ലദീ
തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? വീണ്ടും ചോദിച്ചു, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചെടുക്കുന്ന തീയെക്കുറിച്ച് ആലോചിച്ചോ? ഒരുപാട് കാലം ചിന്തിക്കുവാനുള്ള വിഷയമാണ്. എന്നും ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന രീതിശാസ്ത്രത്തിലെ മാസ്മരികതയാണ് ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്ത മനുഷ്യനെ പോലും ഖുർആൻ സമീപിക്കുന്നത് കുഴപ്പക്കാരാന്ന് വിളിച്ചിട്ടല്ല. പ്രശ്നം ചെയ്തവൻ നീ എന്ത് അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. അവനോട് 2-3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന് വളരെ ഹൃദ്യമാണ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിന്റെ അത്യുദാരനായ റബ്ബിൻ്റെ കാര്യത്തിൽ എന്താ നിന്നെ അസ്വസ്ഥനാക്കിയത്, നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? ഒരു സ്ഥലത്ത്. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങേയറ്റം തിന്മകളിൽ മുഴുകിപ്പോയ മനുഷ്യന്മാർ അവർ പിന്നെ ഭക്തിയുടെ അല്ലെങ്കിൽ തഖ്വയുടെ അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങളിലേക്കൊന്നും വല്ലാതെ പോരല്ലോ, ഒരു മാറി മാറി നിൽക്കുമല്ലോ. അവരെ നമ്മളും പലപ്പോഴും കേൾപ്പിച്ചില്ല അള്ളാഹ് അവരെ വിളിച്ചത് എങ്ങനെയാണ്, അള്ളാഹ് അവരോട് പറഞ്ഞത് എങ്ങനെയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടല്ലേ എന്ന് പറഞ്ഞത് ആരോടാ? അങ്ങേയറ്റം തിന്മകൾ ചെയ്തു പോയ മനുഷ്യൻ്റെ മുമ്പിലാണ് പറയണത്. ചെയ്ത തിന്മകളെ നന്മയായി കൺവേർട്ട് ചെയ്തു തരാം എന്ന് പോലും അള്ളാഹ് പറഞ്ഞു. സൂറത്ത് ഫുർഖാനിലെ അവസാന ഭാഗം വായിച്ചോളൂ. ഇബാദുർ റഹ്മാനിൽ പറഞ്ഞ അവസാനം ഭയങ്കരമായ 4 തിന്മകളെക്കുറിച്ച് അവിടെ പറഞ്ഞു. ഷിർക്കടക്കം, ഷിർക്ക്, വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 3 അവിടെ എണ്ണി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ചെയ്താൽ പോലും നീ തൗബ ചെയ്താൽ നിന്നെ ഞാൻ സ്വീകരിക്കും. അതാ പടച്ചോൻ, അതാ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. അതാ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. ആലുംറാൻ സൂറത്ത് പറയാ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാ കൂട്ടരെ പാപം പുറത്തു തരിക? അപ്പോൾ ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തീരുമാനമെടുക്കണം. ദിവസവും വിശുദ്ധ ഖുർആനുമായി ഞാൻ ബന്ധമുണ്ടാക്കും. ഖുർആൻ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, ജീവിതത്തിൽ നടപ്പിലാക്കുക. നമ്മൾ വിശുദ്ധ ഖുർആൻ തുറക്കുമ്പോൾ ഒരു പുസ്തകമല്ല തുറക്കുന്നത്, നമ്മൾ നമ്മെ തുറക്കാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് സ്വർഗവാതിൽ തുറക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബെ, നിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅതൻ മിനൻ നാർ വ അമാനൻ മിനൽ അദാബ് വ ഖലാസൻ മിനൽ ഹിസാബ് വ നജാതൻ മിനസ് സിറാത്ത് യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم انصرنا وانصر إخواننا المسلمين يا رب العالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.